നമസ്കാരം, വലിയ മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അമേരിക്കൻ രുചിയാകാം, അതായത് ബേക്ക്ഡ് പൊട്ടറ്റോസ് ആൻഡ് റോസ്മേരി ഗാർലിക് ചിക്കൻ. നമുക്ക് ഓവൻ ഉപയോഗിച്ച് എങ്ങനെ പൊട്ടറ്റോസ് ബേക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അതുപോലെ തന്നെ ഓവൻ ഇല്ലാതെയും പൊട്ടറ്റോസ് എങ്ങനെ ബേക്ക് ചെയ്യുന്നെന്നും അതുപോലെ തന്നെ ചിക്കൻ ഓവൻ ഇല്ലാതെ എങ്ങനെ ബേക്ക് ചെയ്യുന്നതെന്നും നോക്കാം. നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്നത് റൂസെറ്റ് പൊട്ടറ്റോസ് ആണ്. അതായത് സ്റ്റാർച്ച് കണ്ടന്റ് ഒത്തിരി ഹൈ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോസ് ആണ്. അതായത് മാഷ് പൊട്ടറ്റോസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബേക്ക് ചെയ്യാനും എല്ലാം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നമുക്ക് സ്റ്റീൽ ബോൾ ഉപയോഗിച്ച് റണ്ണിങ് വാട്ടറിൽ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. കാരണം നമ്മളിത് സ്കിന്നോട് കൂടിയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. വാഷ് ചെയ്താൽ ഉടനെ തന്നെ ഇതുപോലെ നമുക്ക് ഫോർക്ക് കൊണ്ട് അങ്ങിങ്ങായി ഹോളുകൾ ഉണ്ടാക്കാം. 4-5 ഇടങ്ങളിൽ ഹോളുകൾ ഉണ്ടാക്കിയാൽ മതി. ഇതിൽ 2 പൊട്ടറ്റോസ് നമ്മളൊന്ന് ഓവനിൽ ബേക്ക് ചെയ്യുന്നു. ഒരെണ്ണം ഓവൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഓവനിൽ ബേക്ക് ചെയ്യാനുള്ള പൊട്ടറ്റോ നമുക്ക് നന്നായിട്ട് സോൾട്ട് ഇട്ട് വെള്ളത്തിൽ ഇതുപോലെ 5-6 സെക്കൻഡ് മുക്കിയെടുക്കണം. ഇതിന് സോൾട്ട് ബ്രൈനിങ് എന്നാണ് പറയുന്നത്, ബ്രൈനിങ് ഓഫ് ദി പൊട്ടറ്റോസ്. അതിനുശേഷം അതൊരു വയർ റാക്കിലേക്ക് മാറ്റി ഒരു പൊട്ടറ്റോ നമുക്കൊന്ന് സോൾട്ട് വാട്ടറിൽ ബോയിൽ ചെയ്യാനും വെക്കാം. അതുപോലെ തന്നെ സോൾട്ട് ചെയ്ത പൊട്ടറ്റോസ് നമുക്ക് ഓവനിലും വെക്കാം. ഏകദേശം 233 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പൊട്ടറ്റോസ് തയ്യാറാകും. ഇനി ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ഓവൻ ഇല്ലാതെ ഒന്ന് ബേക്ക് ചെയ്യാം. എങ്ങനെയാണ് ഓവൻ ഇല്ലാതെ നമുക്ക് ചിക്കൻ ബേക്ക് ചെയ്യാൻ പറ്റുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. ഇനി ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഇരുവശങ്ങളും നമുക്കൊന്ന് സോൾട്ടും പെപ്പറും ഉപയോഗിച്ച് സീസൺ ചെയ്താൽ ഒലിവ് ഓയിലും അതിലൊന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാക്കിയ കട്ടിയുള്ളൊരു പാനിൽ നമുക്ക് അല്പം ഒലിവ് ഓയിൽ ഡ്രിസിൽ ചെയ്ത ശേഷം ഇതിൻ്റെ സ്കിന്നി സൈഡ് ഒന്ന് സീർ ചെയ്തെടുക്കാം. കൂടാതെ മീഡിയം ഹീറ്റിൽ ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് നമുക്കൊരു 6-7 മിനിറ്റ് കുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ 2 ഫ്രഷ് റോസ്മേരി ചിക്കൻ്റെ കൂടെ ചേർക്കാൻ പോവുകയാണ്. കൂടാതെ 1-2 അല്ലി ക്രഷ് ചെയ്ത ഫ്രഷ് ഗാർലിക്കും. ഈ റോസ്മേരി ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് ഡ്രൈ ഹെർബ്സോ അല്ലെങ്കിൽ ഗരം മസാലയോ ചില്ലി പൗഡറോ എന്ത് വേണമെങ്കിലും ഈ ചിക്കൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഏകദേശം 7 മിനിറ്റ് പിന്നിട്ട് സ്കിന്നി സൈഡ് നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിടാം. അതിനുശേഷം ഇവിടെ ഇരിക്കുന്ന ഈ ദോശക്കല്ല് ശ്രദ്ധിക്കുക. ഇതൊരു കുറേ നേരമായിട്ട് നല്ലപോലെ തീയിലെ ചുട്ട് പഴുത്തിരിക്കുന്ന ദോശക്കല്ലാണ്. ഈ ദോശക്കല്ല് എടുത്ത് വെച്ച് നമ്മൾ ഇനി ഈ പാനിനെ മൂടാൻ പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഓവൻ്റെ എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ചിക്കൻ ഓവനിൽ വെക്കുന്ന അതേ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ കിട്ടാൻ പോകുന്നത്. ഈ ഓവനിൽ വെച്ചുണ്ടാക്കേണ്ട പല റെസിപ്പികളും നമുക്ക് തന്നെ താൽക്കാലികമായിട്ട് ഈ ദോശക്കല്ല് വെച്ച് ക്രിയേറ്റ് ചെയ്യാവുന്ന നമ്മുടെ ഒരു ടെമ്പററി ഓവനിൽ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ ഞാനൊരു പിസ്സ ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇന്ന് പൊട്ടറ്റോസ് എങ്ങനെ ഓവനില്ലാതെ ബേക്ക് ചെയ്യാവുന്നതും കാണിക്കാൻ പോകുന്നത്. ഈ ചിക്കൻ മറിച്ചിട്ട ശേഷം നമ്മുടെ ടെമ്പററി ഓവനിൽ ഏതാണ്ട് 4 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചിക്കൻ റെഡിയായി കിട്ടും. നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റിയ ശേഷം ഈ പാനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഈ പാനിനകത്ത് ഈ ചിക്കൻ്റെ ഡ്രിപ്പിങ്സ് എല്ലാം വീണിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോസ്മേരിയുടെയും ഈ റോസ്റ്റഡ് ഗാർലിക്കിൻ്റെ എല്ലാ ഫ്ലേവറും ഈ പാനിനകത്തുണ്ട്. ഇത് മുഴുവനും ഫ്ലേവറാണ്, നമ്മളത് നഷ്ടപ്പെടുത്തുന്നില്ല. അത് ഉപയോഗിച്ച് നമ്മൾ ഈ ചിക്കൻ കഴിക്കാനായിട്ടൊരു പാൻ ഡ്രിപ്പിംഗ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ പാനിലേക്ക് അല്പം പാലൊഴിച്ച് ചൂടാക്കി എടുക്കാം. കൂടാതെ ഒരു 1-2 സ്പൂൺ മാഷ് പൊട്ടറ്റോസ് അല്പം ചീസും കൂടെ കൂടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ ഡീഗ്ലേസിംഗ് ഓഫ് ദ പാൻ ആൻഡ് മേക്കിംഗ് എ പാൻ ഡ്രിപ്പിംഗ് സോസ് എന്ന് പറയും. ഇനി ഇതൊരു സ്ട്രെയിനറിലൂടെ സ്ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാൻ ഡ്രിപ്പിംഗ് സോസ് റെഡിയായി കഴിഞ്ഞു. ഓവനിൽ ബേക്ക് ചെയ്ത പൊട്ടറ്റോസ് ഏകദേശം 45 മിനിറ്റ് പിന്നിട്ട് അത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ സ്കിന്നൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആ പൊട്ടറ്റോസ് ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അതിലേക്ക് അല്പം സോൾട്ടും വൈറ്റ് പെപ്പറും കൂടി ആഡ് ചെയ്യാം. പിന്നെ നമുക്കത് ഈ പൊട്ടറ്റോ ഷെല്ലിലേക്ക് തന്നെ നമുക്കത് തിരിച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ്. അതിന് മുമ്പ് നമുക്ക് ഈ ഷെല്ലൊന്ന് കമത്തി വെച്ച ശേഷം അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ സ്കിൻ നമുക്ക് നല്ലപോലെ ക്രസ്റ്റി ആയി കിട്ടുന്നത്.
ഫില്ല് ചെയ്ത പൊട്ടറ്റോയുടെ മുകളിലേക്ക് നമുക്ക് ഫ്രഷായിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചെഡർ ചീസ്, കൂടാതെ ബേക്കൺ ഉണ്ടെങ്കിൽ അല്പം ബേക്കൺ ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകൾ ആഡ് ചെയ്യാം. ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിനി അവൈലബിൾ ആണെങ്കിൽ അല്പം ക്രീം ചീസോ സവർ ക്രീമോ എന്ത് വേണമെങ്കിലും അതിൻ്റെ ഒരു സൈഡിലേക്കും കൂടി നമുക്കത് അല്പം അപ്ലൈ ചെയ്യാവുന്നതാണ്. വീണ്ടും നമ്മളത് നേരത്തെ ഉണ്ടായിരുന്ന അതേ ടെമ്പറേച്ചറിൽ തന്നെ ഓവനിലേക്ക് തിരിച്ചു വെക്കുന്നു. ഇനി ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ബേക്ക്ഡ് പൊട്ടറ്റോസ് റെഡിയായി കഴിയും. ബോയിൽ ചെയ്യാൻ വെച്ച പൊട്ടറ്റോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെ സ്കിൻ മാറ്റിയതിന് ശേഷം സ്ക്രൈപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ ബോയിൽ ചെയ്ത പൊട്ടറ്റോ നമ്മുടെ ഈ ബേക്ക്ഡ് പൊട്ടറ്റോയുടെ അത്രയൊരു ഫ്ലേവർഫുൾ അല്ല, അത്രയൊരു ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ പൊട്ടറ്റോ സ്ക്രൈപ്പ് ചെയ്തെടുത്ത് നമ്മളൊരു മാഷ് പൊട്ടറ്റോയുടെ റെസിപ്പി ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ഒരു മാഷ് പൊട്ടറ്റോസ് ഉണ്ടാക്കാൻ പോവാണ്. ആ റെസിപ്പി മോളിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ബേസിക് മാഷ് പൊട്ടറ്റോസ് ഉണ്ടാക്കേണ്ടതെന്ന്. നമ്മളിതിലേക്ക് അല്പം സോൾട്ടും പെപ്പറും ആഡ് ചെയ്യും. കൂടാതെ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറും മിൽക്കും ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ മാഷ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ മാഷ് പൊട്ടറ്റോസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിക്ക് ഒലിവ് മസാലയുടെ മാഷ് പൊട്ടറ്റോസ് കണ്ടാൽ മതി. അങ്ങനെ തയ്യാറാക്കിയ മാഷ് പൊട്ടറ്റോസ് വീണ്ടും നമ്മൾ ഈ പൊട്ടറ്റോ സ്കിന്നിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ ചെഡർ ചീസും ബേക്കണും അതുപോലെ ക്രീം ചീസും എല്ലാം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ നമ്മൾ ബേക്ക് ചെയ്തതുപോലെ തന്നെ ഈ പാനിലേക്ക് നമുക്കത് വെച്ചിട്ട് ദോശക്കല്ലെടുത്ത് മൂടി നമുക്ക് 3-4 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഓവനിൽ ബേക്ക് ചെയ്ത പൊട്ടറ്റോയും പാനിൽ ബേക്ക് ചെയ്ത പൊട്ടറ്റോയും ഏതാണ് കൂടുതൽ ടേസ്റ്റി എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിനി ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത പാൻ ഡ്രിപ്പിംഗ് സോസും അല്പം അസ്പരാഗസും പിന്നെ കുടിക്കാനൊരു ബിയറും എല്ലാം കൂടി നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ഒലിവ് മസാലയുടെ ഈ ഒരു എപ്പിസോഡ് കണ്ട് എല്ലാവർക്കും നന്ദി. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കൂടാതെ ഇതുപോലെയുള്ള മറുനാടൻ രുചികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ ഒരിക്കൽ കൂടി നന്ദി.